കമ്മോട്ടറ മനുഷ്യ നിന്റെ ഒരു പക്ഷെ മറ്റേ സ്ഥലത്ത് നിന്ന് എടുക്കണമായിരുന്നു. ഹൈവേ സൈഡിൽ നിന്ന് എടുത്താൽ കുറച്ചുകൂടെ സെറ്റേ. കുറച്ച് പാട്ടൊക്കെ പാടണോ? മാനേ തേനേ മാനേ പൊന്മാനേ. ഇതാണ് അടുത്തുള്ള ഒരു പെട്രോൾ പമ്പ്. ഇവിടുന്ന് 3-4 കിലോമീറ്റർ കൂടെ ഇതൊക്കെ ആയിട്ട് ഞാനൊരു ഫണ്ടിന് വേണ്ടി ഇതാണ് എടുത്തതാണ്. എന്തിനാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കി. നമ്മൾ ബ്രേക്ക് പിടിക്കുന്നു. ഇല്ല, ബ്രേക്കില്ല. ഞാൻ ഗിയർ ബ്രേക്കിങ് ചെയ്താണ്. നമ്മളിപ്പോൾ റോങ് എടുക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ റോങ് ആയി. ഇനിയാണ് ഇവിടുത്തെ ടോട്ടൽ റോഗുകൾ കാണാൻ പോയത്. ആ ചേട്ടനാണ് ആ ചേട്ടനാണ് ഇവിടുത്തെ മെയിൻ. കേട്ടാൻ പറ്റത്തില്ല. ഞാൻ അവനായിട്ട് വന്നപ്പോൾ ഇവിടെ കേട്ട് കറക്റ്റ് വെട്ടുപോയാന്ന് പറഞ്ഞതാ. ഓ, പച്ച തീരുന്നതിന് മുന്നേ കയറി. നൈസ് ബ്രോ. പറക്കുകയാണ്. ഓ അയ്യോ ചായ പിടിക്കാൻ ഉള്ള കോല എടുത്തോണ്ട് വന്നിട്ട് ഒരുപാട് നാളിന് ശേഷം നമ്മുടെ മാർട്ടിൻ നമ്മളെ അങ്ങ് ജർമ്മനിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇതാണ് ബാനർ ഹിൽസ്, ഉണക്ക ബാനർ ഹിൽസ്. നീ എന്റെ എടുക്കുന്നുണ്ടെങ്കിൽ എടാ ഒന്ന്
ബ്രേക്ക് ടച്ച്. എന്റെ എക്സ്പീരിയൻസ് ആണ് ഇതുവരെ ഞാൻ ലാസ്റ്റ് പോയിന്റ് ആണോ ഗൈസ്? നമ്മള് പോവുകയാണ്. ആടെ ഒരു മുംബൈ പാലമുണ്ട്, ഒരു ജർമ്മനി പാലമുണ്ട്. അങ്ങനെ നമ്മള് ഏത് ഫോർട്ടാടാ? സിനക്കാട്ട് ഫോർട്ട്. ഇല്ല ഗൈസ്, നമ്മൾ ഹൈവേയിൽ കയറിയിരിക്കുന്നു ഗൈസ്. നമ്മള് അങ്ങോട്ടാ പോകുന്നത്? പറയും. എങ്ങോട്ടാ പോകുന്നത്? സിനാഗഡ് നമ്മൾ യാത്ര ഇരിക്കുകയാണ്. കണ്ടോ, മലയൊക്കെ ഉണ്ട്. വിചിത്രമായ സഞ്ചാരം വിചിത്രമായ ആചാരങ്ങൾ. കുറെ വണ്ടികൾ നിരനിരയായി പോകും. അവിടെ അതാ കോണ്ടാക്ട് നമ്പർ. പരസ്യങ്ങളുടെ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് നമ്പർ ആരാ പരസ്യം വെക്കുന്നില്ല. നമ്പർ ഇവിടെ ഞാൻ ഈ ഗ്ലാസ് വന്നിട്ട് ക്യാമറ വെളിയിട്ടിട്ട് കൊണ്ടുപോട്ടെ. ക്യാമറ പോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞു സൂംകാറിൽ നിന്നാണ് ഞങ്ങൾ വണ്ടി കമ്പനി മാറും. കമ്പനി നടന്നിട്ട് കരിയറിലായിരുന്നു. വളരെ ഹാപ്പിയാണ്. എന്തുമാത്രം 100% ഹാപ്പി. ഹാപ്പിനെസ് എന്തായിട്ടാണ് നീ ഡിഫൈൻ ചെയ്ത് പറയും? ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സാഡാവട്ടെ ഇപ്പം നമ്മള് പട്ടിണി കിടക്കുന്ന ഒരു പാവപ്പെട്ടവരാന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ നേരത്തെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഹാപ്പിയാണ്. പക്ഷെ എപ്പോഴും ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ അത് നോർമലാണ്. മനസ്സിലായി? ഹാപ്പിനെസ് അല്ലെങ്കിൽ അപ്പൊ നമ്മൾ ഒരാളെ ഹാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് സങ്കടമൊന്നും ഇല്ലെങ്കിൽ ഹാപ്പി ഉണ്ടെങ്കിൽ നീ എപ്പോഴാണ് ഹാപ്പി? നിന്റെ ഹാപ്പിനെസ് എന്താണ്? നിന്റെ വ്യൂവേഴ്സ് കമന്റ് കാണുമ്പോഴാണ് ഓഫായി പോണോ? ചാർജ് തീർന്നോ? പെൻവിൽ മാർട്ടിൻ ബി ഹാപ്പി. അതാണ് ചോദ്യം. താത്താരല്ല നീ ഇത് പറഞ്ഞു. നീ എപ്പോഴും ഹാപ്പി ആവും? ഹാപ്പി നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഹാപ്പി ആയി കാണുമ്പോൾ നമ്മളവരെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ സർട്ടിഫൈഡ് ഹാപ്പിയാണ്. പറഞ്ഞ കേൾക്കാൻ ഇതൊന്നുമില്ല. ഭാര്യ മക്കളൊന്നും അങ്ങനെ അതൊക്കെ വേണമെന്നും പ്രൈമറി. ഇപ്പൊ പ്രൈമറി അല്ല. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ പഠിക്കും സ്റ്റുഡൻസിനും ഫാമിലിക്കും ഒരു സപ്പോർട്ട് നമ്മൾ കാണണം. നമ്മൾ കാരണം അവരൊക്കെ ഒന്ന് സെറ്റിലാവണം. നേരെ ഫ്ലൈഓവർ അതിനടുത്ത് നീ തന്നെ നേരെ കട്ട് ചെയ്യണം. ഇപ്പോഴാണ് നമ്മൾ സൂംകാറിൽ ബ്ലൂടൂത്ത് കണ്ടുപിടിച്ചത്. ഫൈനലി നമ്മൾ സൂംകാറിൽ ബ്ലൂടൂത്ത് കണ്ടുപിടിച്ചിരിക്കുന്നു. അതിൽ മുരളിക്ക് ഡ്യൂഡ് സിനിമ ഭയങ്കര ഇഷ്ടപ്പെടുന്നു. എന്റെ ഭാര്യ അങ്ങനെ കാമുകനോട് പറഞ്ഞു കൊടുക്കുന്ന ആഗ്രഹം. കൊള്ളാടാ എടുത്തിട്ടല്ലടാ. ഇപ്പൊ നമ്മള് നേരെ ബാംഗ്ലൂർ ഇതൊക്കെ എടുത്തിട്ട് നീ പറഞ്ഞു. ഇതൊക്കെ സെറ്റിൽമെന്റാണ് ഇവിടുത്തെ വിയറ്റ്നാം കോളനി എന്നുള്ളത്. ക്ലാസ് സ്റ്റാർട്ട് വണ്ടിയുടെ ഫോണും വണ്ടിയുടെ നമ്പർ എടുത്ത് ചാർജ് ചെയ്യും. ഒരുമിച്ച് പാടിക്കോളാം. നമ്മൾ പാട്ട് പാടാൻ പോവുകയാണ്. പാട്ടിന്റെ പേര്
ഒന്നുകൂടെ പാടാം, കുഴപ്പമില്ല, കട്ട് ചെയ്തിട്ട് ഒരു കിന്നര ഗാനം മൂളി വിളിക്കും കുയിലിനു വേണ്ടി പാടാം കമ്പിളിമാനത്തമ്പിളി വാരെ പോയി ഒരു കുമ്മിടി നിറയെ കുത്തി ഉറങ്ങി നടക്കാം കൈതവരമ്പത്തൊത്തിരി നേരം നിൽക്കാം പവറുള്ള പാട്ടില്ലാന്നു പവറുള്ള പാട്ട് പാടാടാ ഇതൊരു ഇത് അറിയാവുന്ന പാട്ടാണ് ഈ പാട്ടല്ലേ ഇപ്പോഴല്ല കുറച്ച് പാടില്ലേ നമ്മളിനി പൂനെയിലെ മഹത്തായ ഒരു ടണലിൽ കൂടെ പോയതാണ്. കാത്രാജ് എന്തുവാണ്? ന്യൂ കാട്രാജ് ടണൽ. ന്യൂ കാട്രാജ് ടണലാണ്. അതാ ടണലിലേക്ക് കയറുകയാണ്. 1.5 കിലോമീറ്റർ ഗ്രാമത്തിന്റെ അന്തരങ്ങളിലേക്ക് കടക്കുകയാണ്. അവിടെ നമുക്ക് ഈ റോഡ് ഫോളോ ചെയ്താൽ അങ്ങനെ നീ കരം വാടടി കുറുമ്പി എന്റെ സ്നേഹിതയാളെ കരളേ കരളിന്റെ ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിടങ്ങാതെ മനസ്സിലായിട്ടില്ല കേട്ടോ അവിടെ എടാ ഓണാക്കി ഓണാക്കി വെച്ചു ഇനി പാട്ട് പാടും. ഓണാണോ? കുട്ടിനെ കിട്ടില്ലല്ലോ ചേട്ടാ. ഇവിടെ ഗൂഗിളിൽ മനസ്സിലായില്ലോ നോക്കാന്ന് പണിയാന്ന്. അങ്ങനെ നീ കരം കാഴതി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ കരളേ കരളിന്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ
കിളിയെ വെറുതെ നിന്ന് പിണങ്ങാതെ കുറച്ചൊക്കെ മതി. എനിക്ക് എഡിറ്റിംഗ് ഒത്തിരി പണിയാണ് അവിടെ. അത് കുഴപ്പമില്ല, നീ മൂജിക്കോ. എന്നെ കിട്ടത്തില്ല. വേണ്ട, നീ കറക്കിയ വീഡിയോയും കറങ്ങും. ഓ ശരിയാണ്. നീ അത് എഡിറ്റ് ചെയ്യാൻ പാടായിരിക്കും. ഇത് തന്നെ പിടിക്കും നീ ഒരു സൈഡിൽ. ഞാൻ തന്നെ ഈ പണം അങ്ങനെ പല പല വ്യൂ എടുക്കാം. രസമായിരിക്കും. തെമ്മാടിക്കാറ്റേ ചുമ്മാടിക്കാറ്റേ മലമേലെ ചുട്ടാതെ ഈ കവിളിനെ. സിൻഗാഹട്ട് ഫോർട്ടിലോട്ട് പോകുമ്പോ ഉള്ള പാവങ്ങളുടെ ഏരിയ. പാവങ്ങളുടെ എച്ച് അവിടെ ഉണ്ടോ? സൈലന്റ് അല്ല. ഫസ്റ്റ് ഗിയർ കുറച്ച് ശോകമല്ലേ? ഫസ്റ്റ് ഗിയർ ശോകമാണ് ഗൈസ്. കാർ ആക്സിഡന്റ് പോലെ വലിക്കുന്നില്ല. നട്സ് എന്തെങ്കിലും വെച്ച് കഴിച്ചിട്ട് പോകാം. മാങ്ങ വേണോ?
ഏതോ ബ്ലോഗിലെടുത്തു രോഹിത്തിന്റെ ഒരു അഭിനന്ദനം പറയാ. ഇപ്പം കൊള്ളാം. അതിൽ പോവാണ് നഗഡ് ഫോർട്ടിലോട്ട്. നമ്മൾ സിനഗഡ് ഹോട്ടലിൽ എത്തിയിരിക്കുന്നു. വളരെ അമേസിങ്, ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. നമ്മുടെ ഇന്ന് കാര്യമില്ലാണ്ടില്ല. നമ്മളെന്തായാലും ചെയ്യ ഡാൻസ് കളിക്കാൻ പോവാം മാർട്ടിനുമായിട്ട്. ഓക്കെ ഇതിന്റെ മേലെ കയറി സെറ്റാണ്. അവൻ താഴെ വീഴുമോ നോക്കും. ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കാണ് തലർന്നു. ഞാൻ ഇവിടെ നിർക്കണം, പക്ഷെ ഇവിടെ നിർത്താൻ ഇങ്ങനെ മേലോട്ട് വെക്കും. ഗൈസ്, നമ്മുടെ സിൻഗഹട്ട് ഹോട്ടലിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഒരുപാട് ഫോട്ടോ ഉണ്ട് ഇവിടെ തന്നെ. അണ്ണൻ വന്നിട്ട് കുറെ പണിത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആരാണ് പറയണ്ട, നിന്റെ എല്ലാ ഓഡീഷനും ദഹിക്കത്തില്ല. നമ്മളിപ്പോ ഏകദേശം എത്ര ഫീറ്റിന് മുകളില? 2000 പിടിച്ചു, 3000 പിടിച്ചു. 2000 ഫീറ്റിന് മേളിൽ നിൽക്കുന്ന ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സ്ഥലമാണ്. അങ്ങോട്ട് വണ്ടർഫുൾ, അമേസിങ് അമേസിങ്. ഇത് പറ, സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ കുറച്ചും കൂടെ ടോപ്പിലെത്തി. 2001 ഇതിനെ പറ്റി. 2001 അടി. 2001 അടി. നേരത്തെ 2000 അല്ലേ, ഒരു അടി ഇങ്ങോട്ട് കയറി. ഇതാണ് പീരങ്കി. ഇവിടെ നിന്ന് ഒറ്റ പൊട്ടിക്കല് പൊട്ടിക്കും. ഇവിടുന്ന് പൊട്ടിച്ചിട്ട് നേരെ അങ്ങ് പോകും. 4ാമത്തെ പഞ്ചായത്ത് 3ാമത്തെ വാർഡിലെ വീട്ടിൽ പണ്ട് അണ്ണം വിട്ടതോടെ ബാനറിൽ ഇവിടുന്ന് നേരെ വിട്ട് ബാനറിൽ പോയി വീഴും. അവിടെ കണ്ടോ, അവിടെ കുറച്ച് तानाजी आता जेवण करायचे आपल्याला. ഇവിടെ അതിൽ മുകളിൽ സ്റ്റോറി പറയാൻ പോവാ. പ്രോഗ്രാം മാനേജർ, പ്രൊഡക്ഷൻ. ഞാൻ ക്യാമറ പറഞ്ഞ പണി കിട്ടും. എനിക്ക് ഉറപ്പ് 150 പേര്. എന്താ പറയാ, നീ അവനോട് പറ. ഇല്ലാത്ത നോക്കാം. ഓക്കെ. സോ ഇവിടെ എന്തോ ട്രീറ്റ് നടന്നായിരുന്നു. ഈ ശിവാജി മഹാരാജിന് ആഗ്രയിൽ പിടിച്ചു വെച്ചില്ല. അപ്പോൾ എന്തോ ഒരു ട്രീറ്റ് നടന്നായിരുന്നു. അപ്പോൾ ഇവിടുത്തെ 23 ഫോർട്ട് ഈ മുഗൾസിൻ്റെ അണ്ടർലേ മുഗൾസ് രാജ്പുത്തും കൂടെ കുറിച്ച് നടന്നു. എന്നിട്ട് പുള്ളി അവിടെ ആഗ്രഹം എസ്കേപ്പായി. എന്നിട്ട് പുള്ളി ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു കോർട്ട് റൂമിൽ. അപ്പോൾ താനാജി വന്നു മോൻ്റെ കല്യാണം വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മോൻ്റെ കല്യാണമാണ് കാരണം. അപ്പോൾ പുള്ളി പറഞ്ഞു അതൊക്കെ സെറ്റാക്കണം, പക്ഷേ എൻ്റെ ഫോട്ടോ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. ബന്ധം പുള്ളി എന്താണ് ഒരു മറ്റേ മറാഠ കിങ്ഡത്തിൽ പാട്ടായിരുന്നു പുള്ളി വേറെ എംപറർ അല്ലേ, ഛത്രപതി അല്ല, മറ്റേ അങ്ങനെ കിങ് ആയിരിക്കുമല്ലോ. എന്നിട്ട് പുള്ളി പറഞ്ഞു ഇങ്ങനെയാണ് വിഷമം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു കല്യാണമൊക്കെ പിന്നെ ആദ്യം ഫോട്ടോ പിടിച്ചിട്ട് കാര്യമുള്ളൂ. എന്നിട്ട് എന്തായിരുന്നു ബാക്കി? എന്നിട്ട് ഈ പുള്ളി 500 ആൾക്കാരെ കൊണ്ട് വന്നു ഫോട്ടോ പിടിക്കാൻ ഇവിടെ. എന്നിട്ട് പുള്ളി രാത്രി വന്നിട്ട് പുള്ളി 300 പേരെ ഈ മതിൽ കയറ്റി വിട്ടു. അവര് ഭയങ്കര ഈ മതിലാണോ? ഈ താഴെയുള്ള മതിൽ. ഈ റോഡൊന്നുമില്ല, നമ്മൾ കാറിൽ വന്ന റോഡൊന്നുമില്ല, താഴെ തന്നെ കയറി വരും. എന്നിട്ട് വിത്ത് അജിലിറ്റി ഓഫ് എ മങ്കി അവർ ആക്ച്വലി കയറി. എന്നിട്ട് അവർ കയറക്കിയിട്ട് 500 പേര് മേലെ എത്തി. എന്നിട്ട് ഇവിടെ ഫൈറ്റ് തുടങ്ങി. അവർ 1200 പേരുണ്ടായിരുന്നു ഇവിടെ ഉള്ളവർ. എന്നിട്ട് ഇവര് ഫൈറ്റ് ചെയ്തിട്ട് 1,500 പേര് മരിച്ചു ഇവരുടെ ട്രൂപ്പിൽ. അത് ഇവിടെ ഉണ്ടായിരുന്നു. ഡിഫെൻഡ് ചെയ്തു. ഇല്ല, ഇവർ 500 പേര് മരിച്ചു ഇവരുടെ ട്രൂപ്പിൽ. അത് ഇവിടെ ഉണ്ടായിരുന്ന മുഗൾസിന്റെ രാജ്പുത്തിലെ. എന്നിട്ട് ഈ ഇവരെ മറാഠ ഈ താനാജിയുടെ ഗ്രൂപ്പിൽ 50 പേര് മരിച്ചു, ഇൻക്ലൂഡിങ് താനാജി. എന്നിട്ട് ഇത് പറയുന്നത് തള്ളാണോ എന്നൊന്നും അറിയില്ല. താനാജിയുടെ കയ്യിലെ ഷീൽഡ് പൊട്ടിപ്പോയി. അപ്പോൾ പുള്ളി ഇടത്തെ കൈ ഷീൽഡായിട്ട് ഉപയോഗിച്ച് പുള്ളി ഫൈറ്റ് ചെയ്തു നോക്കി. എന്നിട്ട് പുള്ളി ഡെഡായി. എന്നിട്ട് പുള്ളിയുടെ അനിയൻ വന്നിട്ട് പിന്നെ കൺട്രോൾ ചെയ്തിട്ട് പിന്നെ അത് മൊത്തം പിടിച്ചടക്കി. എന്നിട്ട് അവിടെ ഫയർ ഇവിടെ തീ സിഗ്നൽ നടത്തി. അപ്പം പുള്ളി അവിടെ നിന്ന് കണ്ടു. ശിവാജി മഹാരാജ് ഹാപ്പിയായി. മൈ ഗോഡ്, താനാജി ഹാസ് ഡൺ ഇറ്റ്. എന്നിട്ട് ആരോ മെസ്സേജ് അയച്ചു താനാജി ഈസ് ഡെഡ് എന്ന്. അപ്പോൾ പുള്ളി സാഡായി. എന്നിട്ട് താനാജി അനിയന് കുറെ ലാൻഡും കുറെ. മോന്റെ കല്യാണം അറിയില്ല.
അത് ശരിയാണല്ലോ, അത് എഴുതിയിട്ടില്ല മോൻ്റെ കല്യാണത്തെ പറ്റി. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. എടാ നമ്മുടെ ഈ SSB ഇന്റർവ്യൂലൊക്കെ എനിക്ക് ഒന്ന് ഇതൊരു ഫോട്ടോ വന്നിട്ട് ഡിഫൈൻ ചെയ്യാൻ പറയും. ഡിസ്ക്രിപ്ഷൻ കണ്ടോ പുള്ളിയുടെ കയ്യിൽ മറ്റേ ഷീൽഡില്ല, ആള് കണ്ടോ തുണി ചുറ്റിയിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ടോ മേലെ താഴെ ഇയാൾ കഥ പറഞ്ഞു കൊടുക്കുന്ന അതേ കണ്ടോ, താനാജി ഡെഡായി കണ്ടോ, കയറിട്ട് കയറി ടൈറ്റ് ചെയ്തു, താനാജി ഡെഡായി കണ്ടോ, കയ്യിൽ കണ്ടോ. ഇത് ശിവാജി മഹാരാജ്, ഇത് താനാജി, സ്റ്റോറി ലൈൻ ആണ്. ഇത് ശിവാജി മഹാരാജിനോട് ഈ ഡൂഡ് കഥ പറഞ്ഞു കൊടുക്കുന്നത്. അമ്മച്ചിയാളെ ഉണ്ടാട്ടിയായിരിക്കും ആർക്കറിയും. കിക്കുംബർ അവിടുന്ന് ഇറങ്ങിയാലുള്ള വഴി അറിയാം, നമ്മളെ ഫോളോ ചെയ്തില്ല. ഗൈസ്, നമ്മളിനി കാണാൻ പോകുന്നത് മാർട്ടിൻ. അവിടെ കമിതാക്കളെ പിടിക്കുമോ? നാണുണ്ടോ? ഇതൊക്കെ ഇന്നത് നീ വൈറലാ മെക്കാനിക്കൽ എക്സ്പ്ലോറിൽ. അവിടെ കുറെ സാധനങ്ങൾ ഇപ്പോൾ ഉണ്ട്, നമുക്ക് അവിടെ അടുത്ത് പോയിട്ട് കാണാം. കപോൺ. എനിക്കൊന്ന് ഈ മൺസൂൺ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ പച്ച നല്ല ഹൈറ്റുള്ള പുല്ലുണ്ടാക്കി രസമായിരിക്കും. ആണല്ലേ? പിന്നെ വെള്ളം ഇങ്ങനെ കൊടി കൊള്ളാം. നീ ഏത് ആപ്പ് വെച്ചോണ്ട് എഡിറ്റ് ചെയ്യുന്നു? ഇംഗ്ലീഷും സൈനിലും നീ വെപ്പൺസ് ഉണ്ടോ? വെപ്പൺസ് അന്ന് ഞാനും നീ ഇവിടെ കൊണ്ടുവരുന്നത്. ഇത് കാലപ്പഴക്കം കാരണം ഇത് ദ്രവിച്ചപ്പോ തൂണുകൾ ഞാൻ പറയാം. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ആ ഒരൊറ്റ തൂണിന്റെ വെള്ളത്തിലാണ് 4 തൂണ് നിൽക്കുന്നത്. അപ്പൊ ഇതോ ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വന്നു പിടിച്ചിരിക്കും. അവന്റെ ഹൈറ്റിന് ബേസ് ചെയ്തിട്ടുള്ള സാധനമായിരുന്നു. അണ്ണന്മാരിവിടെ മറ്റേ യുദ്ധം ചെയ്യാനായിട്ട് വരുമ്പോ ഈ ഓട്ട കൂടെ ഒക്കെയാണ് വെടിവെക്കുന്നത്. ആ ഓട്ടയിൽ വെടിവെക്കുന്നത് മറ്റേ ഇവന്റെ പാട്ടുണ്ടല്ലോ അലൺ വാക്ക് തണുത്തല്ലോ. എല്ലാരും പൊക്കും, എല്ലാരും പൊക്കാൻ എല്ലാം വേണ്ടിട്ട് ഇറങ്ങി ആടെങ്ങനെ അടിയേ എനിക്ക് ഡിസ്ട്രാക്ട് ചെയ്യുന്നു. 4 സെക്കൻഡ് കിട്ടി വീഡിയോ. സോറി, ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് കാറൊക്കെ പാർക്ക് ചെയ്തു, വണ്ടി ആയിട്ട് വെള്ളച്ചാട്ടം കണ്ടോ? ഞാൻ കാണിച്ചിട്ടില്ല.
സിംഗിൾ വീഡിയോ എടുത്തരൂ. വീഡിയോ വെക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ എടുത്തില്ല. പുതിയ വണ്ടിയിലാണ് ബാക്കി എല്ലാവരും വണ്ടിയിലൊക്കെ. ഗൈസ്, നമ്മൾ ലവാസയിൽ വന്നിരിക്കുകയാണ്. ലവാസ കണ്ടോ, ഒരു ബോട്ട് മുങ്ങിപ്പോയിട്ടുണ്ട്. കുറച്ച് 2-3 മലകളുണ്ട്, രണ്ട് കിളികൾ പറഞ്ഞു. വേറൊരു കിളി തോന്നുന്നു അവിടെ നിന്നിട്ട് എടുക്കുന്നു. കുറച്ച് വണ്ടികൾ വരുന്നുണ്ട്. ഇത് നമ്മൾ നിൽക്കുന്ന ഡാമിനാണ്, ലവാസ ഡാം. ലാഡാ എന്ന് വിളിക്കും. ഡാമൊന്നുമല്ല, യൂറോപ്യൻ സ്റ്റൈല് ഇൻസ്പയർ ചെയ്തിട്ട് യൂറോപ്യൻ സ്റ്റൈൽ എന്നുള്ള രീതിയിൽ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ്. ഇവിടെ ഇന്ത്യൻ ടോയ്ലറ്റ്സ് ബാൻഡാണ്. യൂറോപ്യൻ ക്ലോസറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്നാണോ? അതാ നമ്മൾ പോവുകയാണ്. ഓസിക്കുറില്ല നമ്മൾ നേരെ പോകുന്ന ഒരു ചായ കുടിക്കുന്നു. ചായ കേരള ജനക്കൂട്ടത്തിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. ഇതാണ് പൂനെയിലെ സിറ്റി. ട്രാഫിക് കിടക്കുന്നത് നമ്മൾ ട്രാഫിക് റൂൾസ് പാലിക്കണം. അതായത് നമ്മൾ ഈ സീബ്ര ക്രോസിങ്ങിന് തൊട്ട് ഫ്രണ്ടിലുള്ള ലൈനിൽ കൊണ്ടുവന്ന് നിർത്തണം. അതെ, ഞാൻ
നമുക്ക് റൈറ്റ് സൈഡിൽ കൂടെയും വരാൻ പറ്റും. ഭൂമി ഉരുണ്ടതായതുകൊണ്ട് എല്ലാ വഴികളും നമുക്ക് സ്വന്തം. നമ്മളങ്ങനെ വീഗലാൻഡിൽ കയറിയിരിക്കുന്ന കൂട്ടുകാരെ, Vashan Banner Round. നിന്റെ ആ കണ്ണുക്കൂടിടും കാതിരെ കയറാൻ പറ്റത്തില്ല. മുടിയൊക്കെ നല്ല നൈസ്. മൂലയിലെ ഓന്തിലെ മികച്ച ചായയാണ്. ഓന്തിലെ മികച്ച ചായ എവിടെ വന്നു? ഓന്ത് വെസ്റ്റേൺ മാൾ. ഓന്ത് വെസ്റ്റേൺ മാൾ. ഓന്ത് വെസ്റ്റേൺ മാൾ പൂനെയിലെ ഏറ്റവും വലിയ മാളാണ്. അത് നമ്പർ 1 മാൾ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാളുണ്ട്. അതിനകത്ത് സിനിമ കാണാനായിട്ട് നമ്മൾ വന്നത്. ഏതാ? മമ്മൂട്ടിയുടെ ഒരു സിനിമയായ മമ്മൂക്കയുടെ സിനിമയായ കളങ്കാവൽ. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ അതിനകത്തെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് സേതുലാൽ. ഹായ് സേതുലാൽ.
ഡെയിലി പാർലാണ്ടോ സ്റ്റോറേജ് അപ്പം എത്ര